അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതാണ്. സുഖത്തിനും സന്തോഷത്തിനും പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൻ്റെ അടിമകളിൽ, ഓൻ്റെ ഇബാദുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ പടച്ച റബ്ബ് ഉൾപ്പെടുത്തട്ടെ. ഓൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ചെയ്തു പോയ സകലമാന തെറ്റുകളെയും കുറ്റങ്ങളെയും ഓന് പൊരുത്തപ്പെട്ട് തരട്ടെ. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സൂറത്താണ്. സൂറത്ത് വെറുതെ പറഞ്ഞുതരല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കണ്ണേറ് എന്നുള്ളതല്ലേ. കണ്ണേറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ്. കണ്ണേറ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കില്ലാത്ത നഷ്ടങ്ങൾ ഉണ്ടാവില്ല. മരണം വരെ സംഭവിക്കുമെന്ന് മഹാന്മാർ കണ്ണേറിനെ കുറിച്ച് പറയുമ്പോൾ, അതോടൊപ്പം അതിലുപരി അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണേറ് ഹക്കാണ്, അൽ ഐനു ഹക്ക്, കണ്ണേറ് തട്ടും അത് ഹക്കാണ് എന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉന്മേഷം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് നഷ്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ തോന്നൂല. നല്ല രീതിക്ക് ജോലിക്ക് പോയിരുന്ന ആളുകൾ പെട്ടെന്നൊരു ക്ഷീണം വരിക, തലവേദന വരിക, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ മടുപ്പ് വരിക, ദേഷ്യം വരിക, ഉള്ള ജോലി നമ്മൾ കിറ്റ് ചെയ്ത് പോരേണ്ടി വരുന്ന ഒരവസ്ഥ. നല്ല രീതിക്ക് റണ്ണായിരുന്ന ബിസിനസ് നമ്മൾ കാരണം, നമ്മൾ പോകാണ്ട്, നമ്മൾ ശ്രദ്ധിക്കാണ്ട്, നമ്മൾ കെയർ ചെയ്യാണ്ട്, അതിൻ്റെ അക്കൗണ്ട്സ് ശ്രദ്ധിക്കാണ്ട് നമുക്കത് നഷ്ടത്തിലേക്ക് പോകുക. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള തടസ്സങ്ങൾ, പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഈ കണ്ണേറ് മുഖാന്തരം നമ്മുടെ ലൈഫിൽ വരും. ആ കണ്ണേറിനെ തടുക്കാൻ പവറുള്ള സൂറത്ത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചേ മതിയാകൂ. കാരണം എന്താ, ഖുർആനെ കൊണ്ട് നമുക്കൊരു രോഗത്തിന് നമുക്ക് ശിഫ ലഭിച്ചിട്ടില്ലെങ്കിൽ, ഒരു കാര്യത്തിന് നമുക്ക് സൊല്യൂഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ നമ്മൾ എത്ര കുത്തി പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഖുർആന് കൊണ്ട് ലഭിക്കാത്ത ശിഫ, അല്ലെങ്കിൽ ഖുർആന് കൊണ്ട് ഒരു കാര്യത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന് മറ്റൊരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അതാണ് റിയാലിറ്റി. അതുകൊണ്ട് ഈ സൂറത്ത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ മതി. 24 മണിക്കൂറുണ്ടല്ലോ ഒരു ഡേയിൽ, അതിൽ ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഈ സൂറത്തൊന്ന് ചൊല്ലാൻ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് തരത്തിലുള്ള കണ്ണേറ് മുഖാന്തരമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ കാക്കും. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? പിന്നെ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ, പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോകുന്നത് ഈ ഒരു സൂറത്ത്, ഈ സൂറത്തിൻ്റെ ഫലങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞതാണ്. ഇനി കൂടുതൽ നീട്ടി വരത്തി പറയുന്നില്ല, ജസ്റ്റ് സൂറത്ത് പറഞ്ഞുതരാം. സൂറത്തുൽ ഫലഖ് ഈ ഒരു സൂറത്ത്, അതുപോലെ സൂറത്തുൻ നാസ് ഈ ഒരു സൂറത്ത്, ഈ 2 സൂറത്തും ജസ്റ്റ് നമുക്ക് കഴിയുന്നൊരെണ്ണം എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എത്ര വലിയ കണ്ണേറാണെങ്കിലും നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാകാൻ, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം പൂട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് പോകാണ്ടിരിക്കാൻ, ഇങ്ങനെ ഏത് തരത്തിലുള്ള കണ്ണേറാണെങ്കിലും ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമ്മളെ കാക്കും. യാതൊരു പേടിയും വേണ്ട. ഈ 2 സൂറത്തും ഡെയിലി പതിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. എന്താണെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു കണ്ണേറിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളെന്നെ ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മുമ്പത്തെ ലൈഫ്, പാസ്റ്റ് ലൈഫും ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് ലൈഫും എത്ര മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നും, അതുപോലെ തന്നെ അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം തന്നെ മനസ്സിലാകും ഈ കണ്ണേറിൻ്റെ ആ ഒരു സീരിയസ്നെസ്, അതിൻ്റെ ഗ്രാവിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു ഗൗരവം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മനസ്സിലാകും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു മഹ്ഫദ്നാ മിനൽ ആഇനീൻ വസ്സാഹിരീൻ വശയാത്തീൻ വൽ അദുവീൻ വൽ മാകിരീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷൻസുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.